ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ് ഹബ്. നിത്യജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. നിങ്ങളൊരു അധ്യാപികയാണോ? അവൻ ഒരു കളിക്കാരനാണോ? അവർ പാട്ടുകാരാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഏതാനും ഉദാഹരണങ്ങളെടുത്ത് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാം. ആർ യു എ ടീച്ചർ? നിങ്ങൾ അധ്യാപികയാണോ? ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ആർ എന്ന് പറയുന്ന ഒരു വേർബ് മാത്രമേ ഉള്ളൂ. ആദ്യകാലങ്ങളിൽ ചെയ്ത വീഡിയോകളിൽ വേർബ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു നിർവചനം ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് വേർബ് ഈസ് എ വേർഡ് ദറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, പൊസിഷൻ ഓർ കണ്ടീഷൻ. അതായത് വേർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, ചിലപ്പോൾ ഒരു അവസ്ഥയെ സൂചിപ്പിക്കും. അതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ആ ഒരു ഇനത്തിൽ പെടുന്നതാണ്. ആർ യു എ ടീച്ചർ? നിങ്ങൾ ഒരു അധ്യാപികയാണോ? ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇവിടെയാണ്. സ്വാഭാവികമായും അവർ ചിന്തിക്കും, ആർ കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് 1 + ing വേണ്ടേ എന്ന്. അത് വേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസ് ആകുമ്പോഴാണ്. ഇത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഈ വീഡിയോ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. വളരെ വിദ്യാസമ്പന്നയായ ഒരു അമ്മ എന്നോട് ചോദിച്ചു അവരുടെ മകളെക്കുറിച്ച്. ഡിഡ് ഷീ വാസ് റൂഡ്? അതായത് ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ മകൾ മോശമായിരുന്നോ എന്നാണ്, റൂഡായിരുന്നോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വാസ് ഷീ റൂഡ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഡിഡ് ഷീ വാസ് റൂഡ് എന്ന് ചോദിക്കുന്നത് ശരിയല്ല. വാസ് ഷീ റൂഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസ് ആണ്. അതേക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രസൻറ്റ് ടെൻസിലേക്ക് തിരിച്ചു വരാം. അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. ഈസ് ഇറ്റ് എ സണ്ണി ഡേ? എന്താണ് സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ? സൂര്യനെ തെളിഞ്ഞു കാണാവുന്ന ഒരു ദിവസം. ഈസ് ഇറ്റ് എ സണ്ണി ഡേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് സൂര്യവെളിച്ചമുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശമുള്ള ദിവസമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും അവസ്ഥയെ ആണ് സൂചിപ്പിക്കുന്നത്, നല്ല തെളിച്ചമുള്ള ദിനം എന്ന അവസ്ഥ. ഇതേ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സണ്ണി ഡേ എന്നാണ് നമ്മൾ പറയാറ്. അടുത്ത ഒരു സെൻറ്റൻസ്, ആർ ദേ പ്ലേയേഴ്സ്? അവർ കളിക്കാരാണോ? ആം ഐ എ ഡോക്ടർ? ഞാനൊരു ഡോക്ടറാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ ഇങ്ങനെ സ്വയം ഒരു ചോദ്യം ചോദിക്കുമോ? ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് നല്ല സുഖമില്ല. അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുന്നു, ആ മരുന്ന് കൊടുക്കട്ടെ, ഈ മരുന്ന് കൊടുക്കട്ടെ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും, അതിന് ഞാനൊരു ഡോക്ടറാണോ ഇതൊക്കെ പറഞ്ഞുതരാൻ? ഇതുപോലത്തെ ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആം ഐ ആൻ എഞ്ചിനീയർ? ആം ഐ എ ഡ്രൈവർ? ഞാനൊരു എഞ്ചിനീയറാണോ? ഞാനൊരു ഡ്രൈവറാണോ? ഈസ് ദിസ് എ ടെൻഡർ കോക്കനട്ട്? ടെൻഡർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഇളനീര്. ഇത് ഒരു ഇളനീരാണോ? ഇപ്പോൾ പറഞ്ഞത് ചോദ്യരൂപമാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് ഈസ് എ ടെൻഡർ കോക്കനട്ട് അല്ലെങ്കിൽ ദിസ് ഈസ് എ ടെൻഡർ കോക്കനട്ട്. ഒരു സെൻറ്റൻസ് കൂടി എടുത്ത് ഒന്നുകൂടി വിശദമാക്കി തരാം. ഈസ് ഹി എ സോൾജർ? അവൻ ഒരു പട്ടാളക്കാരനാണോ? വീണ്ടും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നു, ഹി ഈസ് എ സോൾജർ. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹി സബ്ജക്റ്റ്, ഈസ് വേർബ്, എ സോൾജർ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമാക്കി തരുന്ന, കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഹി ഈസ് എ സോൾജർ എന്ന് പറയുമ്പോൾ ഹി സബ്ജക്റ്റ്, ഈസ് വേർബ്, എ സോൾജർ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. കെ എസ് ചിത്ര ഈസ് എ വെൽ നോൺ സിംഗർ. കെ എസ് ചിത്ര അറിയപ്പെടുന്ന ഗായികയാണ്. കെ എസ് ചിത്ര സബ്ജക്റ്റ്, ഈസ് വേർബ്, എ വെൽ നോൺ സിംഗർ സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ഈസ് കെ എസ് ചിത്ര എ വെൽ നോൺ സിംഗർ?
കെ എസ് ചിത്ര അറിയപ്പെടുന്ന പാട്ടുകാരിയാണോ? അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അവസ്ഥയെ സൂചിപ്പിക്കാൻ ആം, ആർ അല്ലെങ്കിൽ ഈസ് ഇവയിലേതെങ്കിലും ഒന്നുകൊണ്ട് ചോദ്യം തുടങ്ങാനാണ്. ഇതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്